നമസ്തേ. പാലക്കാടാട്ടാ. പാലക്കാട് കൊടുവായൂർക്ക് പോകുന്ന വഴിയാണേ. ഒരു സുഹൃത്ത് അവിടെ കൊടുവായൂരടുത്തൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാനും പറ്റിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. കൊടുവായൂർ കോയിമർപ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. കൊടുവായൂർക്ക് എത്തിയില്ല. ഏകദേശം ഒരു ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ കൂടി ഉണ്ട് കൊടുവായൂർക്ക് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണേ. ഇന്ന് ബൈക്കിനായിട്ട് ഇറങ്ങിയത്. ബൈക്ക് പണിയായിട്ടിരിക്കുകയായിരുന്നു. പണി കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ബൈക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പാലക്കാടുള്ള റോഡ് നല്ല റോഡായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആൽത്തറയും നമ്മുടെ വേലി കണ്ടോ, മുളയുടെ ഇല്ലി കൊണ്ടുണ്ടാക്കിയ വേലിയും ഒക്കെ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. കണ്ട, ഇതുപോലത്തെ ഈ വേലികൾ നമുക്ക് ഈ പാലക്കാട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. മുള കൊണ്ട് ഇല്ലി കൊണ്ടുണ്ടാക്കിയ വേലി. ആ വീട് കണ്ടോ, ഓടിട്ട വീടിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ കുമ്മായൊക്കെ തേച്ചിട്ട് ചെറിയ നല്ല ഭംഗിയുള്ള കൊച്ചു വീട്. കോതോട് നട ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ കോതോട്. ഇവിടുന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ കൂടി ഉണ്ട് കൊടുവായൂർക്ക്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ ഒരു ആൽത്തറയും 1.5 മണിക്കൂറായി ബൈക്ക് ഓടിക്കണം. പതുക്കെ വന്നേ, മൂടൊക്കെ പഴുത്തു തുടങ്ങി. അപ്പം ഇങ്ങനെ നിർത്തിയതാ. ആകെ മഴയൊന്നും ഇല്ലാണ്ട് ആകെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കട്ടെ സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാം. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തികൾ നടക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം എനിക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എത്താന്ന്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. കണ്ടു തോഴ സ്കന്ദ കാർത്തികേയ ദേവ. അപ്പം നമ്മൾ കൊടുവായൂരുള്ള കോയിമർപ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പം നല്ല ഭംഗിയായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. സാറേ നമസ്കാരം. നമസ്കാരം. ഇത് ശരിക്കും ഈ സ്ഥലം എവിടെയാണ് വരുന്നത്? പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ പഞ്ചായത്തിലെ കൊയ്മാർപാടം സ്ഥലത്ത്. കൊടുവായൂർ ടൗണിൽ ആ ജംഗ്ഷൻ അടുത്ത് തന്നെയല്ലേ? കൊടുവായൂരിലെ ഏക മുരുകക്ഷേത്രമാണല്ലേ? സൂര്യസംഹാര മഹോത്സവങ്ങൾ നടത്തുന്ന തിങ്കളാഴ്ച തോറും വ്രതങ്ങൾ, അതായത് തിങ്കളാഴ്ച പ്രത്യേക അഭിഷേകം, മാസം തോറും കാർത്തികയും ഷഷ്ടിയും, വർഷങ്ങളിൽ ഓരോ വർഷവും സൂര്യസംഹാര മഹോത്സവം എന്നിവയാണ്. കാർത്തികയും വിപുലമായ രീതിയിൽ കൊണ്ടാടി വരുന്നുണ്ട്. അതായത് പല വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പൂജകൾ നടത്തി വന്ന്, ചെറിയ രീതിയിൽ പൂജകൾ നടത്തി വന്ന് തലമുറയായിട്ട് ഗംഭീരമായി പാലക്കാട് ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ മുരുകക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുവായൂർ കൊയ്മാർപാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം 300 വർഷം, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇങ്ങനെ തന്നെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ? അല്ല, ക്ഷേത്രം പഴയ മറ്റേ ഓടിട്ട കെട്ടിടമായിരുന്നു. കുംഭാഭിഷേകങ്ങളോടനുബന്ധിച്ച് 99-ലും 2009-ലും
2009 അവസാനത്തെ കുംഭാഭിഷേകം കഴിഞ്ഞത്. ഇനിയിപ്പോൾ 12 വർഷത്തിൽ നടത്തുന്ന കുംഭാഭിഷേകം 15 വർഷമായിട്ടാണ് ഇപ്പം നടത്താൻ ഉദ്ദേശിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് വൈകി. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കൊടിമരം പണിതിട്ടുണ്ട് കേട്ടോ. മുൻപ് കൊടിമരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പണിതല്ലേ. ഇപ്പം നമ്മുടെ വിഗ്രഹമൊക്കെ എവിടെ മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഇവിടേക്ക് മാറ്റി വെച്ചതല്ലേ. പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോഴും? എല്ലാ ദിവസവും ഉണ്ടോ? പിന്നെ ഓരോ ദേവീശാസ്ത്രമുണ്ട്. വിഗ്രഹമില്ലേ? വിഗ്രഹത്തിനെ എനിക്ക് ആവാഹിച്ചിരിക്കുകയാണ്. അപ്പോൾ വാൽക്കണ്ണാടിയാണ് ഇവർക്ക് വിനായകൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ശൂലമാണ് ദേവിക്ക്. കർണകയമ്മയുണ്ട്, കർണകയമ്മയ്ക്ക് ശൂലത്തിലും ഉണ്ടാക്കി. പിന്നെ മറ്റു മൂർത്തികളൊക്കെ ചെറു കണ്ണാടികളിൽ മറ്റേ സാധാ മുഖം നോക്കുന്ന കണ്ണാടികളിൽ ആവാഹിച്ചിട്ട് അത് ബാലാലയത്തിൽ ഒന്നിച്ച് വെച്ചു. വിഗ്രഹമുള്ള കാലത്ത് അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷേകം കഴിച്ച് ബാക്കി നിവേദ്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഈ ഇതിൽ ചെയ്യുന്നു. ഇത് അപ്പം പണി ഇങ്ങനെ പുതുക്കി പണി തുടങ്ങിയിട്ട് അപ്പം എത്ര കാലമായി? പുതുക്കി പണിതിട്ട് ഇത് 15ാമത്തെ വർഷം. അല്ല, കരിങ്കല്ല് പണിത് കഴിഞ്ഞു. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ 1 മാസം അതാ ചോദിച്ചത്. ഇവിടെ തന്നെയായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്? മോൾ വശത്ത് കാണുന്ന കൊത്തുപണികളൊക്കെ പഴയതാണോ? ചെയ്താണല്ലേ. ഇപ്പൊ പൂർണ്ണമായിട്ടും ക്ഷേത്രം, പഴയ ക്ഷേത്രം പൊളിച്ചിട്ട് പുതിയ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കരിങ്കല്ലിലാട്ടോ നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ ബാലാലയത്തിലേക്ക് വിഗ്രഹം മാറ്റുന്നതിന് മുൻപ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഭഗവാൻ? 1 മാസമായിട്ടുള്ളൂ ഇവിടെ നിന്ന് ഭഗവാനെ മാറ്റി ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടെന്നാണ് പറയണേ. ഇനിയിപ്പോൾ അത് എന്നത്തേക്കാണ് പുനഃപ്രതിഷ്ഠ ഉദ്ദേശിക്കണേ? മെയ് 9-ാം തീയതിയാണ് കുംഭാഭിഷേകം നടത്തി. അത് ഒരു 1-ാം തീയതി മുതൽ, അതായത് മെയ് 1 മുതൽ മെയ് 9-ന് തീരുന്ന വിധത്തിലുള്ള കാര്യപരിപാടികൾ. അപ്പോൾ 9-ാം തീയതി രാവിലെ കാലത്ത് 9 മണിക്കാണ് കുംഭാഭിഷേകം നടത്തി പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതല്ലേ? പുനഃപ്രതിഷ്ഠയിൽ കുംഭാഭിഷേകം നടത്തുന്നതല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇവിടെയുള്ള പ്രതിഷ്ഠകളൊക്കെ എന്തൊക്കെയാണ്? ഒന്ന് സുബ്രഹ്മണ്യ, ഗണപതിയും ഭഗവതിയും കണ്ണകിയാണ് അല്ലേ? ഇവിടെ അല്ലേ? ഗണപതിയും ഇവിടെയും പണി നടക്കുന്നുണ്ട്. ഉപദേവതകളായിട്ട് ഗണപതിയും കണ്ണകിയും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ പണി ഏകദേശം ഇത്ര ആയിട്ടോ. അപ്പം മെയ്യിൽ പുനരുദ്ധാരണം, ഇത് കുംഭാഭിഷേകം നടത്തി പുനഃപ്രതിഷ്ഠ നടത്താനുള്ള ഉദ്ദേശത്തിലാണ്. ശരിക്കും തമിഴ്നാട് ശൈലിയിൽ തന്നെ ആ ഒരു മുരുകക്ഷേത്രം, തമിഴ്നാട്ടിലെ മുരുകക്ഷേത്രങ്ങൾ എങ്ങനെയാണോ ആ ശൈലിയിൽ തന്നെ കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊടിമരം കാണാം, ഇവിടെ ഇങ്ങനെ നമസ്കാരം ഉണ്ടാകും പോലെ കാണാം, ഭഗവാന്റെ ശ്രീകോവിൽ കാണാം, ഗണപതിയും ഇത് ഗണപതിയും ഭഗവതി, അങ്ങനെ ഉപദേവതകളായിട്ട് 2 പ്രതീക്ഷയുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കൽവിളക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കൽവിളക്കുകളൊക്കെ കുത്തിവെച്ചിരിക്കുന്നത്. നല്ല ഇതായിട്ട് മഹാഗണപതി ക്ഷേത്രം പുനർനിർമ്മാണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രതിഷ്ഠകളും ഇവിടെയുള്ള പ്രതിഷ്ഠകളും അങ്ങോട്ട് ബാലാലയത്തിലേക്ക് മാറ്റി വെച്ചേക്കാണല്ലേ? ഈ ഭഗവതിയുടെയും ഗണപതിയുടെയൊക്കെ പ്രതിഷ്ഠകൾ മുൻപുണ്ടായിരുന്നോ? മുൻപുണ്ടായിരുന്നു അല്ലേ? പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ്. പഴനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വിഗ്രഹമാണ് ശ്രീമുരുകൻ്റെ ബാലദണ്ഡായുധമാണ് രൂപത്തിൽ ഇരിക്കുന്നതല്ലേ? ഇത് ആണ് കർണകി ക്ഷേത്രം പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു. ആചാരം 2 വിധമാണ്. താന്ത്രിക വിധിയും ആഗമവിധി പ്രകാരം. ഇവിടെ ആഗമവിധി പ്രകാരമാണ്, അതായത് ശിവനോടനുബന്ധിച്ച് ശിവാഗമ
മറ്റേ ആചാര്യന്മാരാണ് ഇവിടെ പൂജ കഴിക്കുന്നത്, അതായത് തമിഴ് ബ്രാഹ്മണന്മാർ. മറ്റേ നമ്പൂതിരിമാർ ദേവീക്ഷേത്രങ്ങളിലാണ്, അതാണ് താന്ത്രിക വിധി. ഇവിടെ ആഗമവിധി പ്രകാരമാണ് പൂജകളൊക്കെ നടത്തി വരുന്നത്. 4 അസുരന്മാരാണ്. നവംബർ മാസത്തിലാണ് ശൂരസംഹാര മഹോത്സവം എന്ന് പറഞ്ഞിട്ട്. ശൂരസംഹാര മഹോത്സവം നവംബർ മാസത്തിലെ എല്ലാ വർഷവും നടന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതപ്പോ ഇങ്ങനെ നാട്ടിൽ കൂടെ എഴുന്നള്ളിച്ചാണ്. അതെ, അതായത് റോഡിൽ കൂടെ പോയിട്ട് 4 പോയിന്റുകൾ വെച്ചിട്ടുണ്ട്. 4 അസുരന്മാരെ തലയെടുക്കുന്നതിൻ്റെ 4 പോയിന്റുകൾ വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് തലയെടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഈ ഗ്രാമപ്രദക്ഷിണം നടത്തും. രാത്രി 12 മണി കൊട്ടും ബാധ്യത്തോടു കൂടിയിട്ട് ഭജനയോട് കൂടിയിട്ടും സുബ്രഹ്മണ്യ സ്വാമി പൂർവ്വലം കഴിഞ്ഞ് എഴുന്നള്ളിച്ച് പിറ്റേ ദിവസമാണ് കല്യാണം. പള്ളി കല്യാണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ചടങ്ങ്. അത് എന്നാ ശരിക്കും ഏത് ഡേറ്റിലാണ്? ദീപാവലി കഴിഞ്ഞ 7-ാം മാസം. രാമാസത്തെ ഷഷ്ടി. രാമാസത്തിലെ ഷഷ്ടി. ഷഷ്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം വള്ളി കല്യാണവും അന്ന് ദിവസം ഷഷ്ടി ദിവസം സൂര്യസംഹാരം. അങ്ങനെയാണല്ലേ? പഴനിയിൽ ചെയ്യുന്ന അതേ വിധിപ്രകാരമാണ് ഇവിടെ ചെയ്യുന്നത്. പഴനിയിൽ നിന്നാണ് ഇതിന് പൂജ ചെയ്യാനുള്ള ആൾക്കാരെ നമ്മൾ തമിഴ് ബ്രാഹ്മണന്മാരെ കൊണ്ടുവരുന്നത്. അവരാണ് വന്നിട്ട് അഭിഷേകങ്ങളും അലങ്കാരങ്ങളും നടത്തി ബാക്കി കാര്യങ്ങൾ. ആ ഉത്സവത്തിന്റെ ദിവസം അല്ലാത്ത ദിവസങ്ങളിലോ? അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ മറ്റേ ഒരു തമിഴ് ബ്രാഹ്മണ പൂജകനായി വെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എല്ലാ ദിവസവും 2 നേരമുണ്ട്, രാവിലെയും വൈകിട്ടും. രാവിലെ വെള്ള നിവേദ്യം 3 നാഴികയിൽ, വൈകിട്ട് എന്തെങ്കിലും നിവേദ്യങ്ങൾ കടലയോ പയറോ അവിലോ അങ്ങനെ ഉള്ളൊരു നിവേദ്യം എല്ലാ ദിവസവും ഉണ്ട്. ഷഷ്ടി പ്രധാനമാണ്. ഷഷ്ടി രാവിലെ, കാർത്തിക വൈകുന്നേരമാണ് നമ്മൾ എടുക്കാറുള്ളത്. ഈ ഒരു ശില്പങ്ങളൊക്കെ അത്തിമരം കൊണ്ടാട്ടോ നിർമ്മിച്ചേക്കണേ. അത്തിമരം കൊണ്ട് ഇതിപ്പോ പുതിയത് നിർമ്മിച്ചിട്ട് എത്ര കാലമായി എന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ശില്പങ്ങൾ 100 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന ശില്പങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. തല മാറ്റി വെച്ചേക്കാണല്ലേ? ശൂരസംഹാര ദിവസം രാവിലെ വെക്കുള്ളൂ. അങ്ങനെയാണ് പ്രതീകാത്മകമായി ശൂരസംഹാരം നടത്തുന്നതല്ലേ? പ്രതീകാത്മകമായിട്ട് ആഘോഷത്തോടു കൂടി അസുരന്മാരെ നിഗ്രഹിക്കണം. അസുര നിഗ്രഹണം. അതിന് മുമ്പ് ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. പാൽ നിറയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത തോട് വെള്ളം ഒഴുക്കുള്ള വെള്ളത്തിൽ പോയിട്ട് പാൽ നിറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പാത്രത്തിൽ പാൽ നിറച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നിട്ടാണ് പിന്നെ തല വയ്ക്കുക അസുരന്മാരുടെ. ഈ ഉത്സവത്തിന് മുൻപ് അന്നത്തെ ദിവസം കാലത്ത് അല്ലാത്തപ്പോ ഇങ്ങനെ വെക്കുള്ളൂ. തലയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെക്കില്ല. അന്നത്തെ ദിവസം മാത്രം പാൽ നിറയ്ക്കൽ കഴിഞ്ഞ് അമ്പലത്തിലെത്തിയതിന് ശേഷം മാത്രമേ തല വയ്ക്കുള്ളൂ. അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ ഇത് പൂർവ്വലം വന്ന് തലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തല മാറ്റി വയ്ക്കുക. പിന്നെ ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും വർഷം മുഴുവൻ. അസുരന്മാരുടെ പേര് വിവരങ്ങൾ ഇത് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് പൊടിയാവാണ്ടിരിക്കാൻ മൂടി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് കാണാനൊട്ട് ഒരു നിവൃത്തിയില്ല. ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ലാട്ടോ. എല്ലാനും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. കരിങ്കല്ല് തന്നെയല്ലേ? എന്തായാലും പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ക്ഷേത്രം കാണാനായിട്ട്. നമ്മൾ തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞ ആ മാതൃകയിൽ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. കാരണം മുകളിൽ ഇങ്ങനെ അതേമാരത്തെ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ശൂലം കാണാം. വിഗ്രഹങ്ങളൊക്കെ ഇവിടെ എല്ലാ വിഗ്രഹങ്ങളും ഇവിടെ നെല്ലില് ശയനാധിവാസം എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ വെച്ചേക്കാണ്. ഇതിപ്പോ ഇങ്ങനെ ആക്കി വെച്ചിട്ട് എത്ര കാലമായി? 1 മാസമായിട്ടുള്ളൂ അല്ലേ? അത് കയറാവോ? സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം മയിലുണ്ട്, ഗണപതിയുണ്ട്, ഭഗവതിയുടെ വിഗ്രഹമുണ്ട്. ഇത് കന്നിമൂല ഗണപതി അല്ലേ? കന്നിമൂല ഗണപതി, മൂഷികൻ, 2 മൂഷികന്മാർ. ഇത് പീഠമാണ് കേട്ടോ. പീഠങ്ങളാണ്. ബലിക്കല്ല്. ഇതിനിപ്പം നമ്മൾ എന്നാണ് എടുക്കുന്നത്? മെയ് 9-ാം തീയതി അന്ന് എടുക്കുള്ളൂ അല്ലേ? ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ ഈ 2 ദിവസങ്ങളിൽ ഇടവിട്ട് ഈ വിഗ്രഹങ്ങളൊക്കെ മാവ് പൊടി ചേർത്തിട്ട് ചെറുപയർ, മറ്റേ പൂളമാവ്, പാളയംകുളം പഴം,
വെല്ലം ഇത്യാദി തൈര് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അത് മാവ് രൂപത്തിലാക്കി വിഗ്രഹങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് ഈ 2 ദിവസം കൂടുമ്പോൾ, അതായത് 10 തവണ ചെയ്യണം എന്നാണ് കണക്ക്. ഈ പ്രതിഷ്ഠയ്ക്ക് മുൻപ് 10 തവണ ചെയ്യണം. 10 തവണ. അപ്പോഴേ ഇതൊന്ന് വൃത്തിയായി കിട്ടുള്ളൂ, പഴയ രൂപത്തിലായിട്ടുള്ളൂ. എണ്ണമെഴുക്കും ബാക്കി കാര്യങ്ങളും ചളിയും ഒക്കെ ഉള്ളത് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി പഴയ രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ 10 ദിവസം കഴിയണം. അത് ഓരോ ദിവസം ഇടവിട്ടിട്ട് ഈ 2 ദിവസം കൂടുമ്പോൾ പിന്നെ 10 തവണ കഴുകിയിട്ടാണ് ഇത് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. പ്രതിഷ്ഠിക്കുന്നത് 8-ാം തീയതി ആയിരിക്കും, മെയ് 8-ന്. 9-ാം തീയതിയാണ് അഭിഷേകം നടത്തുന്നത്. 8ഉം 9ഉം ആയിട്ടാണ് 7, 8, 9-നാണ് പരിപാടികൾ വെച്ചിരിക്കുന്നത്. 8-ാം തീയതി വൈകിട്ട് ഈ വിഗ്രഹങ്ങളൊക്കെ പഴയ രൂപത്തിലാക്കിയിട്ട് പ്രതിഷ്ഠിക്കും. അഷ്ടബന്ധം ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ചിട്ട് 9-ാം തീയതി കാലത്ത് കേരളപുരം ഗ്രാമത്തിലെ ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും മറ്റേ ആനയും പഞ്ചവാദ്യത്തോടും കൂടി കലശം എഴുന്നള്ളിച്ച് 9 മണിയാകുമ്പോൾ ഇവിടെ വന്ന് 9:30-ക്കും 10:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ കലശാഭിഷേകം നടക്കും. അതിനുശേഷമാണ് ബാക്കിയുള്ള അഭിഷേകങ്ങളും അലങ്കാരങ്ങളൊക്കെ നടക്കുക. മെയ് 9-ആണ് പ്രത്യേകിച്ചുള്ള പൂജകളും അലങ്കാരങ്ങളും ബാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീമുരുകന്റെ വിഗ്രഹമാട്ടോ ഇത്. ഇതിപ്പോൾ ഇങ്ങനെ ശയനാധിവാസം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ്, നെല്ലിൽ കിടത്തിയേക്കാണ്. 1 മാസമായുള്ളൂ നേരത്തെ പറഞ്ഞ മാതിരി. നമ്മുടെ കൊടുവായൂർ കോയിമർപ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളാട്ടോ. ഈ കൊടിമരം മുൻപ് താഴെയായിരുന്നു അല്ലേ? താഴെയായിരുന്നു. ഇപ്പം ഇത് ഈ കൊടിമരമായിരുന്നു, അത് വേറെ കൊടിമരമായിരുന്നു? ചെറുതായിരുന്നു. ഇതിപ്പോൾ പുതുക്കി പണിതേക്കുന്നതാണല്ലേ? 2021 പുതുക്കി ഇതിപ്പോ ഈ ക്ഷേത്രം എങ്ങനെ ട്രസ്റ്റ് ആണോ? എന്ത് ട്രസ്റ്റാണ്? ഒരു 4 വർഷമായിട്ട് 2021 മുതൽ തൊട്ട് ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 5 ട്രസ്റ്റുമാരാണ്. ഇതിപ്പോ നിങ്ങൾ നാട്ടുകാരിൽ നിന്ന് പിരിച്ചിട്ടാണോ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇത് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ 35 ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. എല്ലാം ചിലവടക്കം തന്ത്രിമാർക്കുള്ള ദക്ഷിണയും പൂജാ കാര്യങ്ങളും ഒരു സമൂഹ സദ്യ കൂടെ നടത്താൻ ഉദ്ദേശിക്കേണ്ട 9-ാം തീയതി. ട്രസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞില്ല, അതിന് മുൻപ് അപ്പൊ ഏത് പേരിലായിരുന്നു? കമ്മിറ്റി, ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഉത്സവ കമ്മിറ്റി. അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു. ഒരു കുടുംബമല്ല, സമുദായം എന്ന് പറഞ്ഞ സമുദായം. അവരുടെ സമുദായ ക്ഷേത്രമായിരുന്നു. വീടുകളോളം കരകന്മാരുടെ ഈ ചുറ്റുവട്ടത്തിൽ അവരുടെയാണ് ക്ഷേത്രം. ഇപ്പോൾ പൊതുവായി മാത്രം ചേർന്ന്. ഇത് നമ്മുടെ അസുരന്മാരുടെ ഒരു ശില്പം കണ്ടില്ല, അതിന്റെ തലയാട്ടോ കാണിച്ച് ഈ കാണിക്കുന്നത്. 4 അസുരന്മാരുടെ തലയാണ്. അതിപ്പോൾ അവർ പറഞ്ഞ പോലെ ആ ഒരു ദിവസം മാത്രമേ ഈ തല ആ ഒരു ശില്പത്തിൻ്റെ മുകളിൽ വെക്കുള്ളൂ അത്ര. അതിനുശേഷം ആ ഒരു ആഘോഷം കഴിഞ്ഞ് തല എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വയ്ക്കുക ചെയ്യണേ. ഇത് പുതിയതാണ് കേട്ടോ, പുതിയ ആ ഒരു തലകളാണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ആ തലകൾ കാണാം. ഇത് ഈ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തലകളാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ശില്പം ഉണ്ടായിരുന്ന അവർ ഒഴുക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. കണ്ട, ഇത് ആ ഒരു ഈ ഒരു നിർമ്മിതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ പഴമ ശരിക്കും മനസ്സിലാവും. കണ്ട, ഇത് കണ്ടോ, ഇത് മുരുക്കിൻ്റെ മരം കൊണ്ടാണ് ഈ ശില്പങ്ങളുടെ തല നിർമ്മിച്ചിരിക്കുന്നത്. മുരുക്കിൻ്റെ തല, അത് വെയിറ്റ് കൂടുതൽ വരാണ്ടിരിക്കാനാണ്. അന്ന് കാലങ്ങളോളം നിൽക്കുന്ന പറയണേ. ആ ഒരു ശില്പം കണ്ടോ, അത് വളരെ പഴക്കം ശരിക്കും മനസ്സിലാവും ആ ഒരു ശില്പത്തിന്. കണ്ടോ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശില്പമാണ് അത്, ശില്പങ്ങളാണേ. ഈ ഒരു വേല് കൊണ്ടാണ് കേട്ടോ ഒരു പ്രതീകാത്മകമായിട്ട് ആ അസുരന്മാരുടെ തല തല എടുക്കുന്ന ആ ഒരു ചടങ്ങ് നടത്തുന്നത് കേട്ടോ. ആ ഒരു നൊയമ്പെടുത്തിട്ട് ഒരാൾ നൊയമ്പെടുത്തിട്ട് അദ്ദേഹമാണ് മുരുകനായിട്ട് വന്ന് ഇത് ചെയ്യുന്നതല്ലേ. ഈ ഒരു വേല് കൊണ്ടാണ്. അപ്പം 4 അസുരന്മാരാണിത്. ഇത് താരകാസുരൻ, രണ്ടാമത്തെ ആളുടെ പേരെന്താ പറഞ്ഞേ? ഭാനുഗോപൻ, സിംഹമുഖൻ, ശൂരപത്മൻ. അങ്ങനെ 4 അസുരന്മാരാണ് കേട്ടോ അത്.
ഈ 4 അസുരന്മാരെ വധിക്കുന്നതാണ് പ്രതീകാത്മകമായിട്ട് ആ ഒരു നവംബറിൽ നടത്തുന്ന ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിലൊന്ന്. വേലിയുണ്ട്. ഒരു അസുരൻ്റെ ഒരു ആയുധമായിട്ടുള്ള ഒരു വാളാണ് കേട്ടോ. കണ്ട, മരം കൊണ്ട് നിർമ്മിച്ചേക്കണ ഒരു വാളാണേ. കണ്ട, അസുരന്മാരുടെ ആയുധമായിട്ട്. പിന്നെ അമ്പും വില്ലുമാണ്. കണ്ട, വർഷം പുതിയതുണ്ടാകും ഈ അമ്പും വില്ലും അല്ലേ. ഞാൻ പറഞ്ഞ ഈ 4 അസുരന്മാരല്ലേ, ഇത് ഈ അറ്റത്തിരിക്കുന്ന കാണിക്കുന്നത് ശൂരപത്മനാണ്. ശൂരപത്മൻ്റെ മകനാണ് ഈ ഭാനുകോപൻ എന്ന് പറഞ്ഞ ഈ അസുരൻ. അപ്പോൾ ഈ ഭാനുകോപൻ എന്ന് പറഞ്ഞ ആ ഒരു പേര് വരാൻ കാരണം ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു അസുരൻ സൂര്യനെ ആക്രമിക്കാൻ പോയിത്രേ. അപ്പോൾ സൂര്യനോടുള്ള കോപം ആണ് ഭാനുകോപൻ എന്ന ഒരു പേര് വരുന്നതെന്നാണ് പറയുന്നത്. ഭാനുകോപൻ, സിംഹമുഖൻ, ശൂരപത്മൻ, താരകാസുരൻ, 4 അസുരന്മാർ. ഇപ്പം ബാലാലയത്തിലേക്ക് ആവാഹിച്ച് വെച്ചേക്കാട്ടെ. അത് ഏത് രീതിയിലാണ് വെച്ചേക്കണേന്ന് പറഞ്ഞേ? സുബ്രഹ്മണ്യ സ്വാമിയെ വന്നിട്ട് വേലിൽ ആവാഹിച്ചിട്ടും ദേവിയെ ശൂലത്തിൽ ആവാഹിച്ചിട്ടും വിനായകനെ വാൽക്കണ്ണാടിയിലും കൂടി ആവാഹിച്ച് വെച്ചിരിക്കുന്നതാണ്. മറ്റു ചെറു കണ്ണാടികളിലെ മറ്റു വാഹനങ്ങളെ മൂഷികൻ, മയില് അങ്ങനെയുള്ള വാഹനങ്ങളെ 4 കണ്ണാടികളിൽ ആവാഹിച്ചിട്ടും വെച്ചിട്ടുണ്ട്. അഭിഷേകം അല്ലാത്ത മറ്റു പൂജകളൊക്കെ ഇപ്പൊ അവിടെ എല്ലാ ദിവസവും ഒരു പൂജാരിയായിട്ടുള്ള ആളുകൾ ഒരു നേരത്തെ നിവേദിക്കുന്നുണ്ട്. മറ്റു പ്രസാദ വിതരണങ്ങളൊക്കെ ഉണ്ട്. അഭിഷേകങ്ങൾ മാത്രമില്ല, എല്ലാ അഭിഷേകങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്. അഭിഷേകങ്ങളെ ഇങ്ങനെ ആവാഹിച്ചത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അഭിഷേകങ്ങളില്ല, ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ ഉത്സവമൂർത്തിയും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഉത്സവമൂർത്തി ഞങ്ങൾ ഈ ഇടയ്ക്ക് പുതുക്കി പണിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെയ് 7, 8, 9 തീയതികളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകമൊക്കെ നടക്കുന്നത്. അന്ന് ഇവിടെ യാഗശാലയൊക്കെ നിർമ്മിച്ച് പഴനിയിൽ നിന്ന് സ്വാമിമാർ വന്നിട്ടാണ് ആ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ കഴിയാവുന്ന ആൾക്കാർ സംഭാവന ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് തന്നാൽ മതി, ഞാൻ വീഡിയോയുടെ അടിയിൽ ചേർക്കാം. ശരിക്കും കൊടുവായൂരിലെ ഏക ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇത്. പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ് നമ്മളിപ്പോൾ കണ്ടത്. 300 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നത്. അപ്പോൾ അത്രയും തന്നെ പഴക്കമുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ് കേട്ടോ ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പുനരുദ്ധാരണം കഴിഞ്ഞ് അവിടെ ഭഗവതിയെയും അവിടെ ഗണപതിയെയും പ്രതിഷ്ഠിക്കാനാണ്. ഇവിടെയായിരുന്നു ആദ്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയിലിനെ പ്രതിഷ്ഠിച്ചിരുന്നത്. അപ്പോൾ പൊളിച്ചിട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കാനായിട്ടാണ് ഇത് പൊളിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ആ ഒരു വിഗ്രഹങ്ങളെല്ലാം മാറ്റിയിട്ടേക്കണ കണ്ടായിരുന്നു. കൊടിമരം നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. വേറെ ഉത്സവങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആദ്യം മുരുകൻ്റെ ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ണകി ഭഗവതിയുടെ നിറസാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് കണ്ടു. ഈ ക്ഷേത്രങ്ങളിലെ പൂജകൾ നടത്തിയിരുന്നത് ദേശകാരണവന്മാരായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ആദ്യം ദൈവപുരയായിട്ടും ഭജന മഠമായിട്ടുമാണ് ഇത് ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ കാലശേഷം ഈ വെച്ചിരിക്കുന്ന ഫോട്ടോയിന് ചെറിയ ന്യൂനതകൾ കണ്ടതുകൊണ്ട് അത് മാറ്റി ഒരു വിഗ്രഹം, അന്നത്തെ ദേശകാരണവന്മാർ പഴനിയിൽ പോയിട്ട്, മൂലസ്ഥാനമാണല്ലോ പഴനി മുരുകൻ്റെ, പഴനിയിൽ പോയിട്ട് അവിടുന്ന് ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം നടന്ന ദേവപ്രശ്നത്തിൽ കണ്ണക ഭഗവതിയുടെ നിറസാന്നിധ്യം ഇവിടെ കാണുകയും അവർ തുല്യ പ്രാധാന്യത്തോടുകൂടി മുരുകന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതേ പ്രാധാന്യത്തോടുകൂടി അപ്പുറത്ത് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ച് അവരുടെ ഒരു ബിംബം വെച്ച് പൂജ ചെയ്തു വരികയായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിന് മുൻവശം ഒരു ആൽമരം നിന്നിരുന്നു ഇവിടെ. അതിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണം, അതായത് ഭൂതപ്രേത പിശാചുക്കളൊക്കെ അതിലാണ് വന്ന് കുടികൊള്ളണമെന്നുള്ളൊരു ഇത് കണ്ടതുകൊണ്ട് ആൽമരം മുറിച്ച് മാറ്റിയപ്പോൾ വിനായകന് ചെറിയൊരു അസ്വാരസ്യം കണ്ടു. അതുകൊണ്ട് ശ്രീ വിനായകന് ദേവിയുടെ അപ്പുറത്ത് വേറൊരു ക്ഷേത്രം കൂടി കിട്ടി. അങ്ങനെയാണ് ദേവിക്ക് തുല്യ പ്രാധാന്യത്തോടു കൂടി ഒരു ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം ദേശകാരണവന്മാർ കൂടി
അന്നത്തെ കാലത്ത് മലമക്കളി എന്ന് പറയുന്ന ഇന്നത്തെ കന്യാറുകളി സമ്പ്രദായം വർഷത്തിൽ 3 ദിവസം നടത്തി വന്നിരുന്നു. ഇടയ്ക്കാലത്ത് എന്തോ അസൗകര്യം കാരണം ഒരു 9 വർഷക്കാലം കന്യാറുകളി മുടങ്ങിക്കിടക്കുകയും പിന്നീട് വന്ന യുവതലമുറ അത് ഏറ്റെടുത്ത് ഇപ്പോൾ അത് 1 ദിവസം മാത്രമായിട്ട് ചുരുക്കിയിരിക്കണം. അത് ഏത് ദിവസമാണ്? ഏതാണ്? ഏപ്രിൽ വിഷു കഴിഞ്ഞത്. കന്യാർകളി നടത്തുന്നതല്ലേ? ചൊവ്വ ബുധൻ വ്യാഴം അല്ലെങ്കിൽ വ്യാഴം വെള്ളി ശനി ഒരു ആഴ്ചപ്പാങ്ങ് നോക്കിയിട്ടാണ് കന്യാർകളി നടത്തുന്നത്. വിഷു കഴിഞ്ഞ ഒറ്റ ദിവസം, വർഷത്തിൽ 1 ദിവസം. 3 ദിവസം ഉണ്ടായിരുന്നതാണ്. അത് പിന്നെ ഇപ്പോൾ പാടാനും ആളില്ല, കളിക്കാനും ആളില്ല, കളിയച്ചന്മാരൊക്കെ പല മരണപ്പെട്ടു പോയതുകൊണ്ട് 1 ദിവസത്തേക്കാക്കി ചുരുക്കിയിട്ട് ഇപ്പോൾ അത് നടത്തിക്കൊണ്ടുവരിക. നമ്മൾ ഈ പാലക്കാട് ജില്ലയുടെ ഉള്ളേരിയകളിലേക്ക് വന്ന ഇതുപോലെ ധാരാളം നല്ല കൊച്ചു ക്ഷേത്രങ്ങൾ, കുറേ അധികം ഇതുപോലെ വ്യത്യസ്തമായ ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഉള്ള കുറേ ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ. അപ്പം അങ്ങനെ കൊടുവായൂരിലുള്ള ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരു പണ്ടൊരു ചെറിയൊരു ഓലപ്പര മാതിരിയായിരുന്നു. പിന്നെ അതിന് ശേഷം ഓടിയുള്ള ഒരു ഷെഡായിരുന്നു. ഇപ്പം ആ ഒരു ക്ഷേത്രം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് സഹായിക്കാം കേട്ടോ, ശ്രീമുരുകൻ്റെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇവരുടെ നമ്പർ കൊടുക്കാം. ഈ പറഞ്ഞ മാതിരി മെയ് 7, 8, 9 ദിവസങ്ങളാണ് ഇവിടെ ഒരു പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകമൊക്കെ വരുന്നത്. ഗംഭീരമായ ആഘോഷത്തോടുകൂടി പഴനിയിൽ നിന്ന് വരുന്ന സ്വാമിമാരാണ് കേട്ടോ ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ആ ഒരു ചടങ്ങിലൊക്കെ കാണാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നവംബർ മാസത്തിലാണ് ആ ഒരു അസുരന്മാരെ വധിക്കുന്ന ആ ഒരു ആഘോഷം കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഏപ്രിലിൽ വിഷു കഴിഞ്ഞിട്ട് വന്ന ദിവസങ്ങളിലാണ് കന്യാർകളി എന്ന് പറഞ്ഞ ആ ഒരു ഭഗവതി പൂജയ്ക്ക് ചെയ്യുന്ന ആ ഒരു കന്യാർകളി നടത്തുന്നത് കേട്ടോ. ഈ കന്യാർകളി എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപം കേട്ടോ കന്യാർകളി എന്ന് പറയുന്നത്. അപ്പോൾ അത് വിഷു കഴിഞ്ഞ് വരുന്ന ആ ഒരു ചൊവ്വ ബുധനായത് ഒരു ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇവരുടെ ഭരണാധികാരികളുടെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്യണം. ഈ ക്ഷേത്രം ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2009 ഈ ക്ഷേത്രത്തിൽ അവസാനമായിട്ട് കുംഭാഭിഷേകം നടത്തിയത് കേട്ടോ. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന കുംഭാഭിഷേകമാണ്. അതിനുശേഷം നടത്തിയിട്ടില്ല. ക്ഷേത്രം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ പറഞ്ഞോ. 2009 പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് കുംഭാഭിഷേകം നടത്തി. 12 വർഷത്തിലൊരിക്കൽ കുംഭാഭിഷേകം നടത്തേണ്ടതായിരുന്നു. സാമ്പത്തിക പരാധീനതകൾ കൊണ്ടാണ് 12 വർഷത്തിലൊരിക്കൽ നടത്താനിരുന്ന കുംഭാഭിഷേകം 15 വർഷത്തിലേക്ക് നീണ്ടുപോയത്. അതിനു മുൻപ് ഉള്ള 12 വർഷം മുൻപ് കുംഭാഭിഷേകം നടത്തിയത് അന്ന് ചെറിയ വോട്ടുവരകളായിരുന്നു. അതിന് മുമ്പ് 12 വർഷം കൂടുമ്പോൾ അന്ന് ഇത്രയും ചെലവൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അമ്പലം പുതുക്കി പണിതതിനു ശേഷമാണ് വളരെ വിപുലമായ തോതിൽ കുംഭാഭിഷേകം നടത്തിയത് 2009. അതേപോലെ നടത്താൻ 2022 ചെയ്യേണ്ടതായിരുന്നു. സാമ്പത്തിക പരാധീനത കാരണം സാധിച്ചില്ല. പുനരുദ്ധാരണം നടത്തി ഇത്രയും വരെ ആയി നിൽക്കുന്നുണ്ട്. മെയ് 7, 8, 9 തീയതികളിലാണ് കുംഭാഭിഷേകം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനകം ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ക്ഷേത്ര കമ്മിറ്റി അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ഒരു ക്ഷേത്രം വളരെ നല്ല രീതിയിലാണ് ഇവർ പുതുക്കി പണിതുകൊണ്ടിരിക്കണേ. ശരിക്കും ഒരു തമിഴ്നാട് മാതൃകയിൽ നമ്മൾ മരുതമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു മുരുകക്ഷേത്രത്തിൻ്റെ ആ ഒരു ഘടനയിൽ തന്നെയാണ് കേട്ടോ ഒരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പങ്കാളികളാകാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് സഹംഭാവനകൾ ചെയ്യാം. ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവരുടെ കമ്മിറ്റിക്കാരുടെ ഫോൺ നമ്പർ എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ എല്ലാവരും സഹായിക്കുക. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തീരട്ടെ, പുനഃപ്രതിഷ്ഠ നടക്കട്ടെ, കുംഭാഭിഷേകം നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പാലക്കാട് ജില്ലയുടെ ഉള്ളേരിയകളിലേക്ക് പോയാലേ ഇതുപോലെ വ്യത്യസ്തമായ ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ നടക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ.
അപ്പോൾ ഈ ഒരു കൊടുവായൂരിലുള്ള ഈ ഒരു കോയിമാർപ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് സംഭാവന ചെയ്യാം, സഹായിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.